അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിലുള്ള രാഹുൽ ഈശ്വറിനെ വൈദ്യപരിശോധനയ്ക്കായി ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചു. രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് നടപടി. സ്റ്റേഷൻ ജാമ്യം ലഭിക്കേണ്ട കേസിലാണ് 11 ദിവസമായി ജയിലിൽ കിടക്കുന്നതെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. ദിലീപിന് നീതി ലഭിച്ചതിൽ സന്തോഷമെന്നും രാഹുൽ. അതേപോലെ എനിക്കും കിട്ടണം. 11 ദിവസമായി ഈ ദിലീപിന് നീതി കിട്ടിയതിൽ സന്തോഷം. മാധ്യമങ്ങൾ ദയവായി ഞങ്ങൾ പറയുന്ന സത്യം കേൾക്കണം. സന്തോഷം. മാധ്യമങ്ങളോടെ വിജയഭേരി മുഴക്കുകയല്ല, പക്ഷേ ദയവായി ഞങ്ങളെ പോലുള്ളവർ കുടുക്കപ്പെടുമ്പോൾ, കള്ളക്കേസിൽ കുടുക്കപ്പെടുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കിഡ്നിയിലേക്ക് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടാണ് 4 ദിവസം വെള്ളമില്ലാതെ കഴിഞ്ഞു, 5 ദിവസം ആഹാരം ഇല്ലാതെ കഴിഞ്ഞു. ശ്രീ ദിലീപിന് നീതി കിട്ടിയ സന്തോഷം. അതിൽ മാധ്യമങ്ങളെ കുറ്റം പറയുകയല്ല, പക്ഷെ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം. 11 ദിവസം ആലോചിച്ച് നോക്കൂ. 11 ദിവസമായി സ്റ്റേഷൻ ജാമ്യം തരേണ്ട കേസാണ്. 11 ദിവസമായി 11 ദിവസമായി ജയിലിലാണ്, അഴിക്കുള്ളിലാണ് എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ഇന്നിതാ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വീണ്ടും പുറത്തിറങ്ങുമോ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇനിയും തെളിവുകൾ ശേഖരിക്കാനുണ്ട്, ഇനിയും ചോദ്യം ചെയ്യാനുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്ന കാര്യം. അമൽ തേനമർബിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അമൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താണ്, ഇപ്പോൾ ദിലീപും പുറത്തിറങ്ങി. രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിൽ ഇന്നെങ്കിലും ഒരു തീരുമാനമാകുമോ? രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമാകുമോ എന്നുള്ളത് ഇന്നെന്തായാലും തീരുമാനമില്ല. നാളെ 11 മണി വരെ കസ്റ്റഡി നീട്ടിക്കൊണ്ടുള്ള തീരുമാനം അല്പസമയം മുമ്പ് കോടതിയിൽ നിന്നുണ്ടാവുകയാണ്. അപ്പോൾ ഇന്ന് ഒരു ദിവസം കൂടി കസ്റ്റഡിയിലുണ്ടാകും. നാളെ ഏകദേശം ഈ സമയത്തോടു കൂടി കോടതിയിൽ എത്തുമ്പോഴെങ്കിലും ജാമ്യം കിട്ടുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസിൽ അല്പസമയത്തിനകം കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത്. ആ കേസിൽ രാഹുലിന് ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ പുറത്തേക്ക് ഇറങ്ങുന്ന അവസ്ഥയുണ്ടാകും. പക്ഷേ അപ്പോഴും രാഹുൽ ഈശ്വർ അകത്ത് കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പ്രതികരണമൊക്കെ നമ്മൾ ഇന്നലെ കേട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെയുള്ള ഒരു വീറും വാശിയും ഒന്നും രാഹുലിൻ്റെ ഭാഗത്തില്ല. രാഹുൽ പറഞ്ഞു വെച്ചത് കഴിഞ്ഞ 11 ദിവസം കൊണ്ട് താൻ 11 കിലോ കുറഞ്ഞു എന്നുള്ളതാണ്. വൈദ്യപരിശോധനയ്ക്ക് എത്തിയപ്പോൾ തൂക്കം നോക്കിയിരുന്നു. അപ്പോഴാണ് ഈ 11 കിലോ കുറഞ്ഞത് കണ്ടെത്തിയത്. അങ്ങനെ കടുത്ത നിരാശനായുള്ള ഒരു പ്രതികരണം നടത്തിയാണ് രാഹുൽ പിന്നെ ഇവിടേക്ക് പോകുന്നത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കേണ്ട ഒരു കേസാണ്. ആ കേസിൽ തന്നെ 11 ദിവസമായി അകത്തിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് രാഹുൽ പറഞ്ഞത്. എന്തായാലും ഈ ഇട്ട വീഡിയോകൾ, ഈ അതിജീവിതയെ സംബന്ധിച്ച് ഇട്ടിട്ടുള്ള വീഡിയോകൾ പിൻവലിക്കുമോ എന്ന ചോദ്യത്തിന് അതൊന്നും പറയുന്നില്ല. മാത്രമല്ല ഈ ദിലീപ് കേസുമായി സ്റ്റേഷൻ ജാമ്യം ലഭിക്കേണ്ട കേസാണ്. പക്ഷേ അതിലാണ് ഇപ്പോൾ കോടതിയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഞാൻ കേസ് വാദിച്ചോളാം, ഒരേ സമയം 2 വക്കാലത്ത്, അങ്ങനെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തിപ്പോൾ 11ാം ദിവസമാണ് അഴിക്കുള്ളിൽ കിടക്കുന്നത്. പക്ഷെ അപ്പോഴും ഇങ്ങനെ കൈകൊണ്ട് V for വിക്ടറി കാണിക്കാൻ രാഹുൽ ഈശ്വർ മറക്കുന്നില്ല.